ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഭാഭാസുരൻ പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ 90-ാം ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം കൊണ്ടാടി. പെരുന്നാൾ ശുശ്രൂഷകൾക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും കബറിങ്കൽ ധൂപപ്രാർത്ഥനയ്ക്കും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാരും റഷ്യൻ പ്രതിനിധി സംഘവും സഹകാർമ്മികത്വവും വഹിച്ചു. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ നവതി ഓർമ്മ പെരുന്നാളിന് സംബന്ധിച്ച റഷ്യൻ പ്രതിനിധി സംഘം കോട്ടയം വൈദിക സെമിനാരിക്ക് ക്രിസ്തുവിൻ്റെ ഐക്കൺ സമ്മാനിക്കുകയും പരിശുദ്ധ കാതോലിക്ക ബാവ ഐക്കൺ ഏറ്റുവാങ്ങി സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റെജി മാത്യുവിന് കൈമാറുകയും ചെയ്തു. മലങ്കര നസ്രാണികളുടെ പൗരാണികതയും പാരമ്പര്യവും വിളിച്ചോതിയ മാർത്തോമൻ പൈതൃക സംഗമം കോട്ടയത്ത് മനുഷ്യസാഗരം സൃഷ്ടിച്ചു. മലങ്കര നസ്രാണികളുടെ പൗരാണികതയും പാരമ്പര്യവും വിളിച്ചോതിയ മാർത്തോമൻ പൈതൃക സംഗമം കോട്ടയത്ത് ഫെബ്രുവരി 25 ഞായറാഴ്ച നടത്തപ്പെട്ടു. ഫെബ്രുവരി 24 ശനിയാഴ്ച മാർത്തോമൻ പൈതൃക സംഗമത്തിന് മുന്നോടിയായി കോട്ടയം ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മാർത്തോമൻ പൈതൃക വിളംബര ജാഥ കോട്ടയം പഴയ സെമിനാരിയിൽ നിന്നും ആരംഭിച്ച് നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി കാതോലിക്കേറ്റ് പതാക ഉയർത്തി. കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിമന്യ യൂഹാനോൻ മാർ ദിയസ്കോറോസ്, അഭിമന്യ ഗീവർഗീസ് മാർ യൂലിയോസ്, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് സമയിൽ, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിച്ചു ഉമ്മൻ, ശ്രീ പ്രേമചന്ദ്രൻ MP, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഫെബ്രുവരി 25 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കോട്ടയം MD സെമിനാരി മൈതാനിയിൽ നിന്നും ആരംഭിച്ച മാർത്തോമൻ പൈതൃക ഘോഷയാത്രയ്ക്ക് കോട്ടയം MP ശ്രീ തോമസ് ചാഴിക്കാടൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. മെത്രാപ്പോലിത്തമാരും സഭാസ്ഥാനികളും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും മുൻനിരയിൽ അണിനിരന്ന ഘോഷയാത്രയിൽ കോട്ടയം നഗരത്തിലൂടെ നസ്രാണികൾ ഒഴുകിയെത്തി. വാദ്യമേളങ്ങളും നസ്രാണി കലാരൂപങ്ങളും അണിചേർന്ന വർണ്ണാഭമായ ഘോഷയാത്രയാണ് കോട്ടയം പട്ടണത്തിലൂടെ കടന്നുപോയത്. 1,25,000-ലധികം നസ്രാണികൾ പങ്കെടുത്ത റാലി നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന കിഴക്കൊക്കെയുടെയും കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയെ മലങ്കര നസ്രാണിയുടെ ജാതിക്ക് തലവനെ വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. പരിശുദ്ധ കാതോലിക്ക ബാവ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള, മന്ത്രി VN വാസവൻ, മന്ത്രി വീണ ജോർജ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ശ്രീ ചാണ്ടി ഉമ്മൻ MLA, റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി മെത്രാപ്പോലിത്ത ആൻ്റണി, എത്യോപ്യൻ സഭയുടെ പ്രതിനിധി മെത്രാപ്പോലിത്ത അബ്ബ മിൽക്കിദേക് നുർബഗൻ ഗദ്ദ, ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് സമയിൽ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ എന്നിവർ പ്രസംഗിച്ചു. 300 പേരടങ്ങുന്ന ഗായക സംഘം ഫാദർ MP ജോർജ് കോറപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ ഗാനാലാപനം നടത്തി. രാജ്യത്തെ നിയമങ്ങൾ ശരിവെച്ച മലങ്കര സഭയുടെ ഭരണഘടന ഒരു വിദേശ ശക്തിക്കും അടിയറ വയ്ക്കുവാൻ മാർത്തോമൻ നസ്രാണികൾ സമ്മതിക്കുകയില്ല എന്നും രാജ്യത്തെ നിയമമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി അട്ടിമറിക്കുവാനുള്ള ബിൽ വന്നാൽ അതൊപ്പിടാതെ മടക്കി അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനോട് പറഞ്ഞു. എടുത്ത പ്രതിജ്ഞകളും രാജ്യത്തെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും സംരക്ഷിക്കുവാൻ ഭരണകൂടവും ഓരോ ജനപ്രതിനിധിയും ബാധ്യസ്ഥനാണെന്നും ഭരണഘടന സംരക്ഷിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വവും കടമയും ആണെന്നും കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മലങ്കര നസ്രാണികൾക്ക് ഉറപ്പ് നൽകി. മാർത്തോമൻ പൈതൃക സംഗമം മലങ്കര നസ്രാണികളുടെ വിശ്വാസവും ശക്തിയും വിളിച്ചോതുന്ന ഒന്നായി മാറുകയും ചെയ്തു. വന്യ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടച്ചനെ മലങ്കര മൽപ്പാനായി പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തീരുമാനിച്ചു. മൽപ്പാൻ എന്ന സുറിയാനി പദത്തിന് ഗുരു, അധ്യാപകൻ എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും സുറിയാനി ഭാഷ പഠിപ്പിക്കുകയും വൈദിക പരിശീലനം നൽകുകയും ചെയ്യുന്നവർക്കാണ് മൽപ്പാൻ എന്ന പദം പൊതുവെ ഉപയോഗിക്കുന്നത്.
എന്നാൽ മലങ്കര സഭയിലെ ഗുരുക്കന്മാരും സഭയ്ക്ക് ഉന്നത സംഭാവനകൾ നൽകിയവരുമായ പ്രമുഖ വൈദികർക്ക് മലങ്കര മെത്രാപ്പൊലീത്ത ഔദ്യോഗികമായി കൽപ്പിച്ചു നൽകുന്ന ആദരസൂചക സ്ഥാനമാണ് മലങ്കര മൽപ്പാൻ സ്ഥാനം. 20-ാം നൂറ്റാണ്ടിന് മുൻപ് ഈ സ്ഥാനം അറിയപ്പെട്ടിരുന്നത് മലയാളത്തിനുടെ മൽപ്പാൻ എന്നും ആയിരുന്നു. സിവിൽ സർവീസ് പരിശീലനത്തിന് സ്കോളർഷിപ്പ്. കേരളത്തിലെ ആദ്യ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രമായ IAS ഹബ് സിവിൽ സർവീസ് അക്കാഡമി സിവിൽ സർവീസ് പരിശീലനത്തിന് സ്കോളർഷിപ്പ് നൽകുന്നു. ഓർത്തഡോക്സ് സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ MGOCS-ന്റെ നേതൃത്വത്തിലാണ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. പരീക്ഷയിൽ ലഭിക്കുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായോ ഫീസ് ഇളവ് നേടിയോ പരിശീലനം ലഭിക്കും. 2024 മാർച്ച് 10 നടക്കുന്ന സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിലെ സീനിയർ വൈദികനും കണ്ണനാകുഴി സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയുമായിരുന്ന കൊച്ചുതറയിൽ ഫാദർ KK തോമസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ശവസംസ്കാര ശുശ്രൂഷ പത്തിച്ചിറ വലിയ പള്ളിയിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിമന്യ മെത്രാപ്പൊലീത്തമാരുടെയും വൈദികരുടെയും സഹകാർമ്മികത്വത്തിലും പൂർത്തീകരിച്ചു. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. സഭാ ഗുരുരത്നം വന്യ TJ ജോഷുവ അച്ഛൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സെമിനാരി അധ്യാപകൻ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ രചിച്ച ഗുരുരത്നം എന്ന പുസ്തകം പരിശുദ്ധ കാതോലിക്ക ബാവ പ്രകാശനം ചെയ്തു. മാർത്തോമൻ പൈതൃക സംഗമം എല്ലാവർക്കും നന്ദി അറിയിച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ. ഫെബ്രുവരി 25 കോട്ടയത്ത് നടന്ന മാർത്തോമൻ പൈതൃക സംഗമം വൻ വിജയമാക്കി തീർക്കുവാൻ സഹകരിച്ച എല്ലാവർക്കും മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നന്ദി രേഖപ്പെടുത്തി. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നിരവധി ആളുകൾ ഇതിൻ്റെ ഭംഗിയായ നടത്തിപ്പിന് സഹായിച്ചത് പരിശുദ്ധ ബാവ അനുസ്മരിച്ചു. പ്രത്യേകിച്ച് ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള, മന്ത്രി ശ്രീ VN വാസവൻ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കോട്ടയം ജില്ലാ കളക്ടർ, പോലീസ് മേധാവി, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, മുനിസിപ്പൽ കൗൺസിലർമാർ, മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ ആരോഗ്യ വകുപ്പ്, എല്ലാ പിന്തുണയും നൽകിയ ജില്ലാ ഭരണകൂടം, പരുമല്ല ആശുപത്രി മെഡിക്കൽ ടീം, ഫയർഫോഴ്സ്, മാധ്യമ പ്രവർത്തകർ, ഡിജിറ്റൽ വിഷ്വൽ മീഡിയ, പ്രിൻറ്റിംഗ് മീഡിയ പ്രവർത്തകർ, പാർക്കിംഗ് സൗകര്യം ഒരുക്കിയ കോട്ടയത്തെ വിവിധ ദേവാലയങ്ങൾ, സ്ഥാപനങ്ങൾ, പരസ്യങ്ങൾ നൽകി സഹകരിച്ച വ്യവസായ സംരംഭകർ, മെത്രാപ്പൊലീത്തമാർ, സഭാസ്ഥാനികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാർ, ദേവലോകം അരമന ജീവനക്കാർ, ആധ്യാത്മിക സംഘടനാ ഭാരവാഹികൾ, പ്രവർത്തകർ, ഗായക സംഘം തികഞ്ഞ അച്ചടക്കത്തോടെ പൊള്ളുന്ന വെയിൽ വകവയ്ക്കാതെ മലങ്കര സഭയുടെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന വിശ്വാസി സമൂഹത്തോട് പരിശുദ്ധ സഭയുടെ നന്ദി രേഖപ്പെടുത്തുന്നതായി പരിശുദ്ധ ബാവ പറഞ്ഞു. നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്നവർ നിലമറന്ന് പ്രവർത്തിക്കരുത് എന്ന് ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത. പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ പരത്തും വിധം സത്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി ടോം ജോസിനുള്ള മറുപടിയായിട്ടാണ് അഭിമന്യ പിതാവ് ഇങ്ങനെ പറഞ്ഞത്. മലങ്കര നസ്രാണി മഹാസംഗമം മലങ്കര സഭാ ചരിത്രത്തിൽ ഇടം പിടിച്ച ദിനം. അതിൽ അസഹിഷ്ണുത പൂണ്ട ചിലരുടെ നിലവിളി കേൾക്കുവാനിടയായി. സത്യവിരുദ്ധ പ്രസ്താവന നടത്തി പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിനുള്ള വിഫല ശ്രമമാണ് നടക്കുന്നത്. 1934 ഭരണഘടനയുടെ ഒറിജിനൽ ഓർത്തഡോക്സ് സഭയുടെ കയ്യിലില്ല. ചർച്ച് ബില്ല് മാത്രമേ സഭാതർക്കത്തിന് പരിഹാരമുള്ളൂ എന്നതായിരുന്നു ആ നിലവിളി ശബ്ദത്തിൽ നിന്ന് ഉയർന്നു കേട്ടത്. ഈ സത്യവിരുദ്ധ പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ചുറ്റുമുള്ളവരോട് ചോദിക്കാമായിരുന്നു. കാരണം ശ്രീമാൻ ടോം ജോസ് പിന്താങ്ങുന്ന വേദി പങ്കിടുന്ന വിഭാഗത്തിലെ തലവൻ ഉൾപ്പെടെ ഉള്ള സീനിയർ മെത്രാപ്പൊലീത്തമാർ 1934 സഭാ ഭരണഘടന അംഗീകരിച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ ഒപ്പിട്ടുകൊടുത്ത് വിധേയത്വം പ്രഖ്യാപിച്ചവരാണ്. 1934 ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് തന്നെയാണ് 1958 സഭാ യോജിപ്പുണ്ടായതും
12 വർഷം അത് തുടർന്നതും പിന്നെയും ഇടങ്കോലിട്ട് സഭയെ പിളർത്തിയതും സമാധാനമില്ലാതാക്കിയതും ആരാണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഉള്ള ചരിത്രം എല്ലാവർക്കും അറിവുള്ളതാണ്. അന്ത്യോഖ്യായുടെ പരിശുദ്ധ പിതാക്കന്മാർ ഈ ഭരണഘടനയുടെ അന്തസത്ത മനസ്സിലാക്കി പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ മലങ്കര ഓർത്തഡോക്സ് സഭാതലവനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഇഴകീറി പരിശോധിച്ച് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരും മുമ്പേ തയ്യാറാക്കിയ സഭാ ഭരണഘടന എന്ന നിലയിൽ സഭയുടെ ദീർഘവീക്ഷണത്തെയും കെട്ടുറപ്പിനെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും യാതൊരു ന്യൂനതയും ഇല്ല എന്നും ഇതുപ്രകാരം മാത്രമേ സഭയുടെ ദേവാലയങ്ങൾ ഭരിക്കപ്പെടാവൂ എന്ന് വിധി പറയുകയും ചെയ്തതാണ്. ചർച്ച് ബില്ലിൻ്റെ നിലയും ഇനിയും അതിനുള്ള വിലയും ഭരണഘടനാ സ്ഥാനിയായ ബഹുമാനപ്പെട്ട കേരള ഗവർണർ നടത്തിയ പ്രസ്താവനയിൽ കൂടി മനസ്സിലാക്കിയാൽ കൂടുതൽ വിവരണം ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി രാജ്യത്ത് നിയമമായിരിക്കെ അതിനു മുകളിൽ മറ്റൊരു നിയമം എന്നത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഇത്തരം വിഷയങ്ങളിൽ പക്ഷം പിടിച്ച് പൊതുസമൂഹത്തിൽ കലഹമുണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനും മടിക്കുന്നില്ല. ഇത്തരം ഉന്നതസ്ഥാനികളുടെ നിരുത്തരവാദപരമായ പ്രസ്താവനയോടുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്ത അറിയിച്ചു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ പരിശുദ്ധ ബാവ തിരുമേനിയെ സന്ദർശിച്ചു. പരുമല ക്ലിനിക്കൽ റേഡിയോളജി ന്യൂറോളജി വിഭാഗത്തിൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ പരുമല സ്ട്രോക്ക് കോൺക്ലേവ് 2024 നടത്തപ്പെട്ടു. പരുമല ആശുപത്രി CEO ഫാദർ MC പൗലോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UK-യിലെ യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ് മൗത്തിൽ ന്യൂറോ റേഡിയോളജിസ്റ്റായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ആദിഷ് തൽവാദ്കർ ഉദ്ഘാടനം ചെയ്തു. റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അനിരുദ്ധ് നായർ, എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ നന്ദിനി പ്രസാദ്, പത്തോളജിസ്റ്റ് ഡോക്ടർ ലിൻഡ തമ്പി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് നടന്ന പാനൽ ചർച്ചയിൽ ന്യൂറോ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ആദിഷ് തൽവാദ്കർ, കോട്ടയം മെഡിക്കൽ കോളേജ് കൺസൾട്ടൻറ്റ് ന്യൂറോ വാസ്കുലർ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പത്മനാഭൻ, ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റുമാരായ ഡോക്ടർ അനീഷ് നൈനാൻ, ഡോക്ടർ അഷീബ് അബ്ദുൽ ഹക്ക്, ഡോക്ടർ ലിബി പുഷ്പരാജൻ എന്നിവർ പങ്കെടുക്കുകയും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. പരുമല ഓങ്കോളജി വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ അഞ്ജു അന്ന അബ്രഹാം മോഡറേറ്ററായി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ MDLP സ്കൂൾ കടപ്പറ മാന്നാർ സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കിഡ്സ് പാർക്കിൻ്റെ ഉദ്ഘാടനവും സ്കൂൾ ആനിവേഴ്സറിയും MD സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിർവഹിച്ചു. വെരി റവറൻ റംബാൻ മത്യാസ് കോർ എപ്പിസ്കോപ്പ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ദീർഘകാലം കൊല്ലം, കൽക്കട്ട ഭദ്രാസനങ്ങളിൽ പ്രവർത്തിച്ച അദ്ദേഹം ഇപ്പോൾ പാമ്പാടി മാർ കുര്യാക്കോസ് ദേറയോട് അനുബന്ധിച്ചുള്ള ആശാകിരണിൽ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. കൽക്കട്ട ഭദ്രാസന സെക്രട്ടറി, കൗൺസിൽ അംഗം, ഡയോസിഷൻ എഡ്യൂക്കേഷൻ ഓഫീസർ, ഭദ്രാസനത്തിലെ വിവിധ സ്കൂളുകളുടെ പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുണ്ടറ MGD ഹൈസ്കൂളിൽ ദീർഘകാലം അധ്യാപകനും പ്രഥമ അധ്യാപകനും ആയിരുന്നു. വന്യ റമ്പാച്ചൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിൽ PhD ബിരുദം ലഭിച്ച ശ്രീമതി അനിത എലിസബത്ത് മാത്യു കൊച്ചമ്മയ്ക്കും ആലപ്പുഴ ജില്ലയിൽ നിന്നും കേരള ഹയർ സെക്കൻഡറി വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ മികച്ച കരിയർ ഗൈഡ് അവാർഡ് ലഭിച്ച ശ്രീ വർഗീസ് പൊത്തനും ഗുവാഹത്തിയിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ദേശീയ അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ശൂരനാട് സ്വദേശിയും പോരുവഴി മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഇടവകാംഗവുമായ ജോമോൻ ജോയ്ക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.